നിങ്ങൾ ഒരു ശരിയായിട്ടുള്ള പാത്തിലൂടെയാണോ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു ട്രൂ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെയാണോ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മേ ബി ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് ആവാം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രാക്ടീസുകൾ ചെയ്യുന്നുണ്ട്. യോഗ, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിന് ശാന്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലൊന്നും നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോവാണ്. നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അതായത് നിങ്ങൾ എന്ത് കാണുന്നോ ആ കാര്യം അതുപോലെ വിശ്വസിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കി, അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി, അതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കാൻ കഴിയാത്തൊരു പേഴ്സണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഓടി ഒളിക്കുന്നതായിട്ടാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷണലി നിങ്ങൾക്ക് തോന്നും, ഇത് തെറ്റാണ്, ഈ ഒരു കാര്യം ഒരു എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ ഈ റൂട്ടിലൂടെ പോയാൽ ശരിയാവില്ല എന്ന് നിങ്ങൾക്കായിട്ട് തന്നെ തോന്നിയാൽ പോലും നിങ്ങൾ ആ ഒരു പാത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തെറ്റായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ പോലും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ മനസ്സാലെ അത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രയാസമാണ്. പല സമയത്തും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും കൺഫ്യൂഷൻ ഉണ്ട്. ഇത് ഞാൻ പോകുന്നത് ശരിയാണോ? ഇത് ഈ ഒരു പാത്ത് സെലക്ട് ചെയ്താൽ എൻ്റെ ജീവിതത്തിൽ അതൊരു പ്രശ്നമാകുമോ ഇല്ലയോ? അങ്ങനെ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ ഉണ്ട്. സമയങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങളെ കണ്ണ് മൂടി വെച്ചതുപോലുള്ള അനുഭവമാണ്. നിങ്ങൾക്ക് നിങ്ങളെ ഒരുപാട് പേര് നിങ്ങളെ യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇപ്പോൾ ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ ഒരുപാട് സ്നേഹമുള്ളൊരു വ്യക്തിയായിരിക്കാം, നിഷ്കളങ്കമായ സ്നേഹമുള്ളൊരു വ്യക്തിയായിരിക്കാം. അത് മറ്റുള്ളവർ യൂസ് ചെയ്യുന്നതായിട്ടാണ് ആ ഒരു കാര്യം. മറ്റുള്ള വ്യക്തികൾ, നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന മറ്റു വ്യക്തികൾ അത് ഉപയോഗപ്പെടുത്തുന്നതായിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ ചൂഷണം ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. യെസ്, യു ആർ ഗുഡ് ഇനഫ്. വിർഗോ എനർജി ആണ് ഇവിടെ കിട്ടുന്നത്. അതായത് നിങ്ങൾ വളരെ നല്ലൊരു പേഴ്സൺ ആണെന്നാണ് യൂണിവേഴ്സിന് മെസ്സേജ് കിട്ടുന്നത്. വളരെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്, ഒരുപാട് സ്നേഹമുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പം നിങ്ങളാണ് ഏറ്റവും നല്ല വ്യക്തി. അപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന പേഴ്സൺ, അത് നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കുക. എ ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്. ന്യൂ മോണാണ് കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു നല്ല കാര്യം നിങ്ങളുടെ ലൈഫിൽ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു റൈറ്റ് പാത്തിലാണ് എന്ന് തന്നെ നമുക്കിവിടെ പറയാം. നിങ്ങളുടെ ലൈഫിൽ എന്തോ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം വരാൻ പോവാണ്. ഒരു ന്യൂ മൂൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെ നിങ്ങളുടെ ലൈഫിൽ ബിലീവ് ഇൻ ദ ഇംപോസിബിൾ. ഓക്കെ, ബ്ലൂ മൂൺ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് അസാധ്യമായിട്ടുള്ള എന്തോ ഒരു കാര്യം, നിങ്ങൾ വിശ്വസിക്കാത്ത കാര്യം, ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്കത് അതിൽ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് തോന്നാത്ത ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കുക. ആ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം പോസിബിൾ ആകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ആണ്. ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങൾക്ക് എത്രത്തോളം കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. ചിലപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കാം, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ഇപ്പോൾ യൂണിവേഴ്സായിട്ട് ഈ ഒരു നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റിനെ ടെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. നിങ്ങളിപ്പോൾ എന്ത് സെപ്പറേഷൻ്റെ വിഷമം അനുഭവിക്കുന്നുണ്ടോ, എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, അതെല്ലാം നിങ്ങൾക്കുള്ളൊരു ടെസ്റ്റ് ആണ്. നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു അനുഭവമായിരിക്കാം. പക്ഷെ നിങ്ങളിപ്പോൾ എന്ത് പാത്താണോ നിങ്ങൾ മൂവ് ചെയ്യുന്നത്, അത് വളരെ റൈറ്റ് ആയിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ടേക്ക് ടൈം ടു ബ്രീത്ത് ഔട്ട്. അതായത് നിങ്ങൾ കുറച്ച് ടൈം നിങ്ങൾ എടുക്കുക. നിങ്ങൾ
സമാധാനമായിട്ട് ഇരിക്കുക. അതായത് നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടുന്ന ഒരു പുതിയ തുടക്കം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഹാപ്പിനെസ് ഉണ്ടാവാൻ പോവാണ്. നിങ്ങൾ വരുന്ന ഒരു മന്തിലായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ഒരു ഫുൾ മൂൺ ഡേ വരെയുള്ള സമയത്തായിരിക്കാം. അത്രയും ഒരു സമയത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ്, ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്.